എല്ലാവരും പറയുന്ന ഈ ഒരു കാര്യത്തിന് തന്നെയാണ് ഞാനും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഒരു സ്ത്രീ, എനിക്കുമുണ്ടൊരു മകൾ, എനിക്കുമുണ്ട് അനന്തരവൾ. ഞങ്ങൾ പുറത്തിറങ്ങി നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ സിനിമാ ലോകത്ത് ഞാൻ വന്നിട്ട് ഒരുപാട് 50 വർഷമാകാൻ പോകുന്നു. 48 വർഷമായി സിനിമയിൽ വന്നിട്ട് മാത്രം. സിനിമയിൽ വന്നതിന് ശേഷം സിനിമാക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഇന്നാണ് ഇത്രയും വലിയ ഒരു കോളിളക്കമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടി, ഏതിനു വേണ്ടി എന്ന് ചോദിച്ചാൽ സെക്സ് അല്ല, പണത്തിന് വേണ്ടിയായിരുന്നു ആ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പണക്കൊതി ഇനിയും നമ്മുടെ നാട്ടിൽ മാറിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിനെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആഗ്രഹിക്കും, ഇല്ലാത്തവർ ഉള്ളത് വെച്ച് കഴിയും. അതാണ് നിയമം, അതാണ് നമ്മുടെ തീരുമാനം, നമ്മുടെ ശീലം. പക്ഷെ അതിൽ നിന്നെല്ലാം പിന്മാറിക്കൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ കാശിൻ്റെ പുറകെ ഓടി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഒറ്റയ്ക്ക് കാറിൽ, ഞാനും അതിൻ്റെ 2 ദിവസം കൊണ്ട് ഇപ്പോൾ കണ്ണൂർ ഒരു ഡ്രൈവറുടെ കൂടെ ഒറ്റയ്ക്ക് കാറിൽ പോയിട്ട്, കാരണം ഇപ്പം എൻ്റെ കാര്യം പറയാൻ കാരണം 90 വയസ്സുള്ള തള്ളയെ വരെ വീട്ടിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് ആണ് ഞാനത് പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കാണ് കാറിൽ കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്തത്. നമ്മൾ എങ്ങനെ വിശ്വസിച്ച് പോകും? നമുക്കൊക്കെ ഒരുപാട് ആളുകളൊന്നും കൂട്ടത്തിൽ വരാനൊന്നുമില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരാണ് നമ്മുടെ ധനം, നമ്മുടെ ഹെൽപ്പ്, നമ്മുടെ എല്ലാം. ഇന്ന് നമ്മൾ ഫീൽഡിൽ നിൽക്കുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാം നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെ പുറത്തുമാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഇന്ന് നിൽക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ ഏതോ നെറ്റിലൊക്കെ വന്നെന്ന് പറയുന്നത് കേട്ടു, ഞാനെന്തോ CPIയുടെ ആളാണ്, ഞാൻ അതാണ് ഇതാണ് സംഗീത നാടക അക്കാദമിയുടെ, എൻ്റെ മകനെന്തോ ഇതിലെന്തോ വലിയ എന്തോ സംഭവിച്ചിരിക്കുന്നു, അവൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു. ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ചെളിവാരി അറിയാൻ ഞങ്ങളെപ്പോലുള്ള ഈ നെറ്റും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കേണ്ട ആൾക്കാർ തന്നെ നമ്മളെ മാറി നിന്ന് കുറ്റം പറയുന്ന ഒരു കാലം വന്നിരിക്കുന്നു. ദയവ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർ, നിങ്ങളെന്തെങ്കിലും ഇതൊന്നും വിശ്വസിക്കാതെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോകുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രതികരിക്കണം, നമ്മളെല്ലാത്തിനും പ്രതികരിക്കണം. എൻ്റെ മോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും അവന് ചാട്ടവാറ കൊണ്ട് അടി കൊടുക്കണം. നിങ്ങളുടെ മുമ്പിലിട്ട് അവനെ തല്ലിക്കൊല്ലണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇല്ലാതെ കണ്ട് ഞാൻ അവനെ രക്ഷിക്കാൻ ഒരിക്കലും പറയില്ല. കള്ളന്മാർ അവരെവിടെയോ 5 ദിവസമായിട്ട് ഇനിയും പിടിച്ചിട്ടില്ല. അവരെ പിടിക്കാതെ എന്തിനു വീട്ടിലും അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ പഴി പറയുന്നു? അതിനൊരു തീരുമാനം എടുക്കണം. അതാണ് ഞാൻ ഇന്ന് നമ്മുടെ സിനിമ പ്രതിനിധികളോട് ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, നമ്മൾ എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും? അതിനൊരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു കേസായി, സിനിമ നടിയുടെ ഒരു കേസായി. ഇത് തേഞ്ഞു മാഞ്ഞു പോകാതെ കണ്ട് ദയവ് ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഇതിനെ ഈ പ്രതിയെ പുറത്തു കൊണ്ടുവന്ന് അവന് വേണ്ട വിധത്തിൽ ശിക്ഷിക്കണം. ഗോവിന്ദസ്വാമിയെ പോലെ 7 വർഷം തടവിലിട്ട് വെളിയിലിറക്കി തീറ്റയും കൊടുത്ത് ഇറക്കി വിടരുത്. അവന് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു വന്നു. വേണ്ടി വന്നാൽ തൂക്കിക്കൊല്ലുക തന്നെ വേണം. അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടുക. പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിട്ടാൽ അവർ കൈകാര്യം ചെയ്തോളും, വേറെ ആരും ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ദയവ് ചെയ്ത് നമ്മുടെ ആൾക്കാരൊക്കെ ഇതിന് കൂടെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.